ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എൻവയറമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ഇതിൻ്റെ ഫോർത്ത് മോഡ്യൂളിലുള്ള ഒരു ടോപ്പിക്കാണ്. ഫോർത്ത് മോഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഞാൻ എടുക്കുന്നത്. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് ഗ്ലോബൽ എൻവയറമെൻ്റൽ ഇഷ്യൂസ്. ഗ്ലോബൽ എൻവയറമെൻ്റൽ ഇഷ്യൂസാണ് ഞാൻ എടുക്കുന്ന ടോപ്പിക്സ്. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഗ്ലോബൽ എൻവയറമെൻ്റൽ ഇഷ്യൂസ് എന്ന് വെച്ചാൽ ഗ്ലോബലി എൻവയറമെൻറ്റിൽ ഉണ്ടാകുന്ന ഇഷ്യൂസ്, അപ്പോൾ എന്തൊക്കെ കാരണം കൊണ്ടാണ്, അതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് അത് ഡിസ്കസ് ചെയ്യണമെന്ന് നോക്കുന്നത്. ആദ്യത്തെ കാരണം എന്ന് വെച്ചാൽ ക്ലൈമറ്റ് ചേഞ്ച്. അത് നമുക്ക് നോക്കാം. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ചാണ് ആദ്യത്തെ ഒരു പോയിൻ്റ്. അപ്പോൾ അത് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച് ഹാസ് ബിക്കം മോർ ദാൻ ഒബ്വിയസ് ഓവർ ദ പാസ്റ്റ് ഡെക്കേഡ്. അറിയാമല്ലോ, ഒരു 10 വർഷം കണക്കെടുക്കുകയാണെങ്കിൽ തന്നെ ഇന്ത്യയിൽ തന്നെ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് ഇഷ്ടം പോലെ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് ഉണ്ടായിട്ടുള്ളത്. എസ്പെഷ്യലി ഇപ്പോൾ സൈക്ലോൺസ്, ഇപ്പോൾ സൈക്ലോൺസ് കൂടിക്കൂടി വരികയാണ്. ഒരു വർഷം തന്നെ സാധാരണ ഒരു 5 വർഷം കണക്ക് മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു വർഷം ഒരു 4-5 സൈക്ലോണിന് പകരം 5 വർഷം മുമ്പായിരുന്നെങ്കിൽ ഇപ്പോൾ ആഴ്ചകളിലെ വ്യത്യാസങ്ങൾ, അങ്ങനെ ഒരു വ്യത്യാസങ്ങൾ മാത്രമേ ഒരു സൈക്ലോൺ അല്ലെങ്കിൽ ന്യൂനമർദ്ദനം വരുന്നു എന്നുള്ളൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്കൊക്കെ ന്യൂസിലൊക്കെ കേൾക്കാറുള്ളതാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു ഡെക്കേഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് 2011 കാലഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ അന്ന് ഇത്രയും മാത്രം ഒരു ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടായിട്ടില്ല. സൈക്ലോൺ മാത്രമല്ല, ഈ പറഞ്ഞ ഓഫ്കോഴ്സ് ടെമ്പറേച്ചർ ചേഞ്ച് ആണെങ്കിൽ പോലും ഈ സീസണൽ, ഇപ്പോൾ ഈ പറഞ്ഞ ഇപ്പം മഴ ലഭിക്കുന്നത് ഇപ്പോൾ 2018 അറിയാം, കേരളത്തിൽ പ്രളയമുണ്ടായി. 2019 അതേപോലെ ഒരു പ്രളയമുണ്ടായി. അപ്പോൾ ഇത് എന്ന് വെച്ചാൽ ഈ ക്ലൈമറ്റ് ചേഞ്ച് കാരണം ഇപ്പോൾ ഒരു റെഗുലാരിറ്റി ഇല്ല. എങ്ങനെയാണ് ചില സമയത്തിപ്പോൾ എപ്പോൾ മഴ പെയ്യണം അല്ലെങ്കിൽ എപ്പോൾ വെയിലാണെന്നുള്ള ഒരു റെഗുലാരിറ്റി ചിലപ്പോൾ നഷ്ടപ്പെട്ടോ എന്നൊരു ഡൗട്ടുണ്ട് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് കാരണം. So climate change has become more than obvious over the past decade, with 9 years of the decade making to its list of hottest years of the planet has been witnessed. അപ്പോൾ വിത്ത് 9 years of the decade എടുത്ത് നോക്കുകയാണെങ്കിൽ മേക്കിംഗ് ആസ് എ ലിസ്റ്റ് ഓഫ് ഹോട്ടസ്റ്റ് ഇയേഴ്സ് ഓഫ് ദ പ്ലാനറ്റ് ആസ് എവർ വിറ്റ്നസ്ഡ്. ഭൂമി വിറ്റ്നസ് ചെയ്തിട്ടുള്ള ഒരു ഹോട്ടസ്റ്റ് ആയിട്ടുള്ള ഇയേഴ്സ്, അല്ലെങ്കിൽ ആ ഒരു ഇയേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു കഴിഞ്ഞ 9 വർഷം എന്ന് പറയാം. പിന്നെ ദ റൈസ് ഇൻ ടെമ്പറേച്ചർ ഹാസ് ഓൾസോ എൻഷുർഡ് ദാറ്റ് ദ ഇക്വേഷൻസ് ഓൺ ദ പ്ലാനറ്റ് ഹാവ് ഗോൺ ഫോർ എ ടോസ്. റൈസ് ഇൻ ടെമ്പറേച്ചർ ഇക്വേഷൻസ് പ്ലാനറ്റ് ഹാവ് ഗോൺ ഫോർ ടോസ് എന്ന് വെച്ചാൽ അത് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു ഫ്രേസ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ജീവൻ നിലക്കുമോ അല്ല ഇല്ലയോ, അല്ലെങ്കിൽ ഈ ജീവന് ഭീഷണിയാണോ അല്ലേ എന്നുള്ള ടോസ് പോലെ, ഒരു കോയിൻ ടോസിൻ്റെ ഒരു ഹെഡും ടെയിലും രീതിയിലാണ് നിൽക്കണമെന്നൊരു ഫ്രേസ് പറഞ്ഞതേ ഉള്ളൂ. സം ഓഫ് ദ മോസ്റ്റ് ഒബ്വിയസ് സയൻസ് ഓഫ് ദ ഇൻക്ലൂഡ് ഇറഗുലാരിറ്റീസ് ഇൻ വെതർ. ഓഫ്കോഴ്സ് ഇറഗുലാരിറ്റി വെതർ, ഇപ്പോൾ സീസണൽ വേരിയേഷൻ. അപ്പോൾ സീസൺ ഇപ്പോൾ കറക്റ്റ് ജൂൺ മാസത്തിൽ, ഇപ്പോൾ കേരളത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ ജൂൺ മാസത്തിൽ മഴ ലഭിക്കുന്ന സമയത്ത് മഴ കുറവും, ജൂൺ കഴിഞ്ഞ് ഒരു ഏകദേശം ഒക്ടോബർ നവംബർ മാസങ്ങളിലൊക്കെ മഴ നല്ലോണം ലഭിക്കുകയും, പിന്നീട് വേനൽക്കാലം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ സമ്മർ സീസൺ അത് സാധാരണ ഒരു ഫെബ്രുവരി മാർച്ച് പകരം അല്ലെങ്കിൽ ഈ വേനൽക്കാലം ചിലപ്പോൾ അത് നല്ല രീതിയിൽ എക്സ്റ്റെൻഡ് ആവാം. ഒരു 6 മാസം വേണമെങ്കിൽ ചിലപ്പോൾ വേനൽക്കാലം ചില സമയത്ത് ചില വർഷങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചില വേരിയേഷനൊക്കെ ഉണ്ടാകുമ്പോഴുള്ള ഇറഗുലാരിറ്റിയും ഫ്രീക്വൻറ്റ് സ്റ്റോംസും, ചില സ്ഥലങ്ങളിൽ ഫ്രീക്വൻ്റ് ആയിട്ട് സ്റ്റോം അല്ലെങ്കിൽ മിന്നലൊക്കെ ഉണ്ടാവാം, ഇടിമിന്നലൊക്കെ ഉണ്ടാവാം. മെൽറ്റിംഗ് ഓഫ് ഗ്ലേസിയേഴ്സ്, ഈ ഒരു ചൂട് ഹോട്ടസ്റ്റ് ഓഫ് ദ ഇയർ, കഴിഞ്ഞ ഡെക്കേഡ് ഹോട്ടസ്റ്റ് ഇയേഴ്സ് എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഈ പറഞ്ഞ ഗ്ലേസിയേഴ്സ്, ഈ അന്റാർട്ടിക്കയിലുള്ള ഈ പറഞ്ഞ ഐസൊക്കെ എല്ലാം മെൽറ്റ് ചെയ്ത് ഗ്ലേസിയേഴ്സ് എന്ന് പറഞ്ഞാൽ റിവറാണ് പക്ഷെ അത് മഞ്ഞ് അല്ലെ ഒരു ഐസിൻ്റെ രൂപത്തിൽ ഇരിക്കുന്നേ ഉള്ളൂ. റിവർ പക്ഷേ ഐസിൻ്റെ രൂപത്തിൽ, അതാണ് ഗ്ലേസിയർ എന്ന് പറഞ്ഞാൽ. ഒരു പൈൽ ഓഫ് ഷീറ്റ് പോലെയാണ് അത്. അപ്പോൾ അതാണ് ഗ്ലേസിയർ എന്ന് അത് മെൽറ്റ് ചെയ്യുന്നതും, പിന്നെ റൈസിങ് ലെവൽ ഓഫ് ദ സീ. അങ്ങനെ മെൽറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ സീ ലെവൽ റൈസ് ചെയ്യുന്നു. അതൊക്കെയാണ് ഇഷ്യൂസ് ഉണ്ടാകുന്നത്, ഈ ക്ലൈമറ്റ് ചേഞ്ചിൽ ഉണ്ടാകുന്നത്. സാധാരണ നമ്മൾ കേൾക്കാറുള്ളതാണ്, എന്നാലും എടുത്ത് പറഞ്ഞു തന്നേ ഉള്ളൂ.
Going by the prevailing conditions, it is not difficult to anticipate that the planet is heading for a dramatic climate change somewhere in near future. ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് ചേഞ്ച് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ ഒരു ക്ലൈമറ്റ് ചേഞ്ച് മാത്രമല്ല, ഈ ഒരു കലാമിറ്റീസ് അല്ലെങ്കിൽ നാച്ചുറൽ കലാമിറ്റീസും ഉണ്ടാവാനും ചാൻസ് കൂടുതലാണ്. പ്രഡിക്ഷൻ കൂടുതലാണ്. ഇനിയും നമ്മൾ കണ്ടിട്ടില്ലാത്ത ചിലപ്പോൾ വരാനും സാധ്യതയില്ലാത്തില്ല. അങ്ങനെ ഒരു ചാൻസ് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ക്ലൈമറ്റ് ചേഞ്ചൊക്കെ വരുമ്പോൾ ഓക്കെ, അതാണ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ പോർഷൻ. ഇനി രണ്ടാമത്തെയാണ് കൺസർവേഷൻ ഓഫ് സ്പീഷീസ്. ഓക്കെ, രണ്ടാമത്തേതാണ് കൺസർവേഷൻ ഓഫ് സ്പീഷീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് ആക്ച്വലി പറയുന്നത് ഇപ്പോൾ ഇത് ആക്ച്വലി നമ്മൾ പറയുന്നത് വെച്ചാൽ ഗ്ലോബൽ എൻവയറമെൻറ്റൽ ഇഷ്യൂസാണ്. അപ്പോൾ ആദ്യത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ക്ലൈമറ്റ് ചേഞ്ച്. രണ്ടാമത്തേയാണ് ഈ സ്പീഷീസ് അല്ലെങ്കിൽ ജീവജാലങ്ങളിൽ ഈ ഒരു ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് ആണെങ്കിലും ആനിമൽ ആണെങ്കിലും അവരുടെ സ്പീഷീസിന് ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഗ്ലോബൽ ഇഷ്യൂസ്, ഈ പറഞ്ഞ ഇവരുടെ സ്പീഷീസിൻ്റെ ഇഷ്യൂസ്. ഓക്കെ, ലിവിങ് ബീയിങ്സിൻ്റെ ഇഷ്യൂസ് എന്തൊക്കെയാണ്. യെറ്റ് അനദർ ഗ്ലോബൽ എൻവയറമെൻറ്റൽ ഇഷ്യൂ specifies conservation basically deals with the conservation of flora and fauna. Flora എന്ന് ആക്ച്വലി എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, in order to curb the extinction of species. Extinction of a single species or plant or animal results in the dramatic imbalance in the ecosystem. ഈ പറഞ്ഞ ഒരു സ്പീഷീസ് എക്സ്റ്റിങ്ഷൻ ആയിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്ലാന്റ് ആയിക്കോട്ടെ ആനിമൽ ആയിക്കോട്ടെ, അത് എക്സ്റ്റിങ്ഷൻ ആയിക്കഴിഞ്ഞാൽ അത് എഫക്റ്റ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേറെ ആനിമൽസ് അല്ലെങ്കിൽ പ്ലാന്റ്സ്. ഓക്കെ, കൂടുതലും ആനിമൽസാണ്. ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റ് നഷ്ടപ്പെട്ടാൽ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആനിമൽസ് ചിലപ്പോൾ അവർക്ക് ഒരു പട്ടിണിയാവാം, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ഫുഡ് കിട്ടാനുള്ള സ്കേഴ്സിറ്റി ഉണ്ടാവും. അങ്ങനെ ആ ആനിമൽ ചത്തുപോവുകയും ആ ആനിമലിൻ്റെ തന്നെ ഭക്ഷിക്കുന്ന വേറെ ആനിമൽസ് കാണും. ലൈക്ക് കാർണിവോറസ്, ഒംനിവോറസ് പോലത്തെ ആനിമൽസ്. അവരും ഇതേപോലെ ഈ ആനിമൽസ് ഹെർബിവോറസ് ആയിട്ടുള്ള ഈ ആനിമൽസ് എക്സ്റ്റിൻറ്റ് ആവുമ്പോൾ ഇവരും സഫിക്കേറ്റ് ചെയ്യും. അങ്ങനെ ഒരു ചെയിൻ പോലെയാണ്. ഓക്കെ, അറിയാലോ. അപ്പോൾ അതാണ് കൺസർവേഷൻ. അങ്ങനെ ഒരു സ്പീഷീസ് അല്ലെങ്കിൽ ആ ഒരു സ്പീഷീസ് തന്നെ ഇല്ലാതാകുമ്പോൾ ഉള്ള കുഴപ്പങ്ങളാണ് ഇത് പറയുന്നത്. അത് ഇംബാലൻസ് ചെയ്യും, എക്കോസിസ്റ്റത്തിന് ഇംബാലൻസ് ചെയ്യും, ബാലൻസ് നഷ്ടപ്പെടും എക്കോസിസ്റ്റത്തിൽ. ആസ് എ നമ്പർ ഓഫ് ഇംബാലൻസ് ഇൻ ദി എക്കോസിസ്റ്റം, ആസ് എ നമ്പർ ഓഫ് അതർ സ്പീഷീസ് ഡിപ്പെൻഡ് ഓൺ ഇറ്റ് ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി ആർ ഓൾസോ എഫക്റ്റഡ്. ഓക്കെ, ഓവർ ദ ലാസ്റ്റ് സെഞ്ച്വറി, നിങ്ങൾക്ക് ഒരു 100 വർഷം എടുക്കുകയാണെങ്കിൽ also several plants and animal species have become extinct, thus resulting in a major loss of biodiversity of the planet. ഒരു മേജർ ലോസ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു സെഞ്ച്വറി ഒരു 100 വർഷം കണക്കെടുക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ പ്ലാന്റ്സ് ആനിമൽസ് എക്സ്റ്റിൻറ്റ് ആയിട്ടുണ്ട് പല കാരണം കൊണ്ടും. ഓക്കെ, പല കാരണം കൊണ്ടും എക്സ്റ്റിൻറ്റ് ആയിട്ടുണ്ട്. അത് ഈ പറയുന്ന ഈ ഒരു മേജറായിട്ടുള്ള ലോസാണ് ബയോഡൈവേഴ്സിറ്റിക്ക്, അല്ലെങ്കിൽ ഈ ഒരു എൻവയറമെൻറ്റലിന് മേജറായിട്ടുള്ള ലോസാണത്. ഓക്കെ, അതാണ് രണ്ടാമത്തെ പോയിൻ്റായിട്ടുള്ള കൺസർവേഷൻ ഓഫ് സ്പീഷീസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെന്ന് വെച്ചാൽ ആക്ച്വലി എനർജി ക്രൈസിസ്. ഓക്കെ, നമ്മൾ യൂസ് ചെയ്യുന്ന എനർജി, പലതരത്തിലുള്ള എനർജീസ് ഉണ്ട്. അപ്പോൾ എനർജി ക്രൈസിസ്, അതിൻ്റെ ലാക്ക്, ഓക്കെ, അതിൻ്റെ ഒരു ഇല്ലായ്മ, അതിൻ്റെ ക്രൈസിസ്, അതാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എനർജി ക്രൈസിസ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ദ ഫാക്ട് ദാറ്റ് വി ലാർജ്ലി ഡിപ്പെൻഡ് ഓൺ fossil fuels for our energy requirements has made us significantly vulnerable to serve energy crisis. Okay, ഇത് നമ്മൾ ഇപ്പം മനുഷ്യൻ്റെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ ഇപ്പം വളരെയധികം ഡെവലപ്മെൻറ്റായി ഇൻ്റലിജൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇത്രയും ഇവിടം വരെ നിൽക്കുന്നു, അതറിയാം. ഇപ്പോൾ നമ്മൾ സ്ട്രെയിറ്റ് വേ നമ്മൾ ഒരു ട്രാഫിക്കിന് വേണ്ടി തന്നെ അല്ലെങ്കിൽ ഈ ഒരു ട്രാൻസ്പോർട്ടേഷന് വേണ്ടി തന്നെ നമ്മൾ പെട്രോൾ അല്ലെങ്കിൽ അല്ലാതെ നമുക്ക് ഫുഡിന് വേണ്ടി തന്നെ ഓയിൽ, ഇതെല്ലാം നമ്മൾ എടുക്കുന്നത് തന്നെ ഈ ഫോസിൽ ഫ്യൂൽസിൽ നിന്നാണ്. ഓക്കെ, അല്ലാതെയും പ്രോഡക്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ആക്ച്വലി എക്സ്റ്റെൻഡ് ആയിട്ടുള്ള സ്പീഷീസ്, ആനിമൽസ് ആയാലും പ്ലാന്റ്സ് ആയാലും അതിൽ നിന്നാണ്. അത് എല്ലാം കുറേ നാളുകൾക്ക് ശേഷം ഹൈ പ്രഷർ കാരണം പിന്നെ അത് ഫ്യൂലായിട്ട് കൺവേർട്ട് ചെയ്ത് എടുക്കുന്നതാണ് ഭൂമിയുടെ അടിയിൽ നിന്ന്. ഓക്കെ, പക്ഷെ അതിനും ഒരു ലിമിറ്റേഷനുണ്ട്.
ഓക്കെ, ഈ പറയുന്ന ഫോസിൽ ഫ്യൂൾസിനും അല്ലെങ്കിൽ ഈ പറഞ്ഞ എനർജി, ഇതൊക്കെ എല്ലാം എനർജിയാണല്ലോ. നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യുന്ന ഫ്യൂൾസിനെല്ലാം കൺവേർട്ട് ചെയ്ത് എനർജി, യൂസ്ഫുൾ എനർജി. പക്ഷേ കുഴപ്പമെന്ന് വെച്ചാൽ ഇതിനെ നമുക്ക് റിന്യൂവബിൾ ചെയ്യാൻ പറ്റത്തില്ല. വൺസ് യൂസ് cannot be renewed. ഓക്കെ, അതാണ് ഇതിൻ്റെ കുഴപ്പം. അപ്പോൾ അതാണ് ഇവിടെ ഇത് സിഗ്നിഫിക്കലി വൾണറബിൾ ടു സെർവ് എനർജി ക്രൈസിസ് എന്ന് പറയുന്നത്. Though quite a few renewable energy sources have been identified, ചില റിന്യൂവബിൾ സോഴ്സസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് എങ്കിലും none of them have been promising enough when it comes to replacement of fossil fuels as a major source of energy for mankind. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഫോസിൽ ഫ്യൂവലാണ് ഒരു ബാക്ക് ബോൺ എന്ന് പറയാം. ഇപ്പോൾ മനുഷ്യരാശി അല്ലെങ്കിൽ ഈ ഒരു മാൻകൈൻഡ് അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ റേസ് ഇപ്പോൾ ഇതുവരെ നിൽക്കുന്നത് ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഫോസിൽ ഫ്യൂൾസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണ്ടുപിടുത്തം കൊണ്ടാണ്. അതിൻ്റെ ക്രൈസിസ് ഉണ്ടാകുമ്പോൾ മനുഷ്യർക്ക് തന്നെയാണ് അത് കൂടുതലും എഫക്റ്റ് ചെയ്യുന്നത്. ശരി തന്നെയാണ്, അതിന് ഈ റിന്യൂവബിൾ ആയിട്ടുള്ള ഒരു സോഴ്സസ് കണ്ടുപിടിച്ചുകൊണ്ടെങ്കിലും കുറച്ചെങ്കിലും കണ്ടുപിടിച്ചുവെങ്കിൽ അത് എത്രത്തോളം പ്രോമിസിങ് അല്ലെങ്കിൽ എത്രത്തോളം അത് നമുക്ക് സാറ്റിസ്ഫാക്ട് ചെയ്യും എന്നുള്ളൊരു ഉറപ്പില്ല. അത് കമ്പയർ ടു ഈ പറഞ്ഞ ഫോസിൽ ഫ്യൂലായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫോസിൽ ഫ്യൂലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഇപ്പോഴത്തെ കണ്ടുപിടിച്ചിട്ടുള്ള റിന്യൂവബിളുമായിട്ട് ഒരിക്കലും ഈക്വലൈസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതിൻ്റെ ഈ ഒരു ലെവൽ എത്തത്തില്ല. ഓക്കെ, അതാണ് കാരണം ഫോസിൽ ഫ്യൂൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ അത് വെച്ചിട്ടാണ് പല പല കാര്യങ്ങളും നമ്മൾ നേടുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ക്രൈസിസ് ഒരു വലിയൊരു പ്രോബ്ലമാണ് ഹ്യൂമൻ ബീയിങ്സിന്. Attempts to tap the full potential of these sources are in progress. ഓക്കെ, ഇത് ഒരു റെമഡീസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു പ്രോഗ്രസ് അല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയാസ് കൊണ്ടുവരികയാണ്. അത് ആർ ഇൻ പ്രോഗ്രസ്. ഓക്കെ, ആൻഡ് അവർ ഫ്യൂച്ചർ ബൈ ആൻഡ് ലാർജ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദീസ് അറ്റംപ്റ്റ്സ്. ഇതെല്ലാം നമ്മുടെ ഫ്യൂച്ചർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ പറയുന്ന ചില അറ്റംപ്റ്റ്സ് നടത്തുന്നതാണ്. പുതിയ രീതിയിലുള്ള എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ, ഏതെങ്കിലും സ്ഥലത്ത് ഫോസിൽ ഫ്യൂൽ ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, ആസ് ഫോസിൽ ഫ്യൂൾസ് ആർ ദ വേർജ് ഓഫ് എക്സോഷൻ. ഓക്കെ, അതാണ് പറയുന്നത്. ഓക്കെ, അത് ഫോസിൽ ഫ്യൂൽ വേണമെങ്കിൽ ഫ്യൂച്ചറിൽ തീരാം. ഓക്കെ, അതാണ് പറയുന്നത്. എനർജി ക്രൈസിസ് എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. ഇനി നാലാമത്തതാണ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. ഓക്കെ, സെയിം തന്നെയാണ്, മറ്റേത് എനർജി സോഴ്സസ് ആണ്. ഇപ്പോൾ ഇതൊരു നാച്ചുറൽ റിസോഴ്സസിൻ്റെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതെന്ന് വെച്ചാൽ ആക്ച്വലി നാച്ചുറലായിട്ടുള്ള നേച്ചറിന് കിട്ടുന്ന, മറ്റതും നേച്ചറിന് തന്നെയാണ് കിട്ടുന്നത്. പക്ഷെ അത് കുറച്ചും കൂടെ ഫോസിൽ ഫ്യൂൾസായിട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നേരത്തെ പോയിന്റിൽ എനർജി എന്ന് പറയുന്ന പോയിന്റിൽ ഉള്ളത്. കാരണം അത് നമ്മൾ എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ എനർജി നമ്മൾ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എനർജി യൂസ് ചെയ്യുന്നത്. ഇവിടെ നാച്ചുറൽ റിസോഴ്സ് എന്ന് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് നാച്ചുറൽ റിസോഴ്സസ് എന്ന് പല രീതിയിൽ, എനർജി മാത്രമല്ല, വേറെ ഇപ്പോൾ ഈ പറഞ്ഞ നിസ്സാരമായിട്ടുള്ള പെൻസിൽ, പേപ്പർ, ഇതെല്ലാം നേച്ചറിന് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് ഈ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ. ഓക്കെ, എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, അതാണ് അടുത്ത പോയിന്റ്. ഓക്കെ, അതെന്ന് വെച്ചാൽ ആക്ച്വലി അവർ ഗ്രീഡ് ഫോർ മോർ ഹാസ് ലെറ്റ് us empty handed in terms of natural resources in several parts of the world. ഓക്കെ, നമ്മളെ അത്യാഗ്രഹം, ഗ്രീഡ് കാരണം പല ലോകത്തിലെ പല ഭാഗത്തുള്ള നാച്ചുറൽ റിസോഴ്സസും കുറേയൊക്കെ എംറ്റി ആയി. ഓക്കെ, അല്ലെങ്കിൽ അവിടെ ബെസ്റ്റ് എക്സാമ്പിൾ മരം വെട്ടുന്നു. ഓക്കെ, മരം വെട്ടുമ്പോൾ അവിടെ ആ പ്രദേശം കുറേ നാൾ കഴിയുമ്പോൾ അത് ആ മരത്തിൻ്റെ ഒരു അംശം പോലും കാണത്തില്ല. ഓക്കെ, യൂസ്ഫുള്ളായിട്ട് ഒരു പേപ്പർ മരമാണെന്ന് വിചാരിച്ചു, എക്സാമ്പിളായിട്ട് പറയാമെങ്കിൽ, അത് പിന്നീട് എക്സ്റ്റെൻഡ് ആയി പോകും, അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് എന്നല്ല, ആ ഒരു പ്രദേശത്ത് കാണത്തില്ല. ഓക്കെ, അങ്ങനെ സെപ്പറേറ്റ്ലി ഹ്യൂമൻ ആക്ടിവിറ്റീസ് ഇൻക്ലൂഡിങ് ദ ലൈക്സ് ഓഫ് മൈനിങ് ആണെങ്കിൽ പോലും അഗ്രികൾച്ചർ ആണെങ്കിൽ ഫിഷിംഗ് എക്സെട്ര ഹാസ് റിസൾട്ട് ഇൻ ഡ്രാസ്റ്റിക് ഡിഗ്രഡേഷൻ ഓഫ് അവർ നാച്ചുറൽ റിസോഴ്സസ്. ഓക്കെ, നാച്ചുറൽ റിസോഴ്സസിന് ഇത് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഡീഗ്രഡേഷൻ, അല്ലെങ്കിൽ ഈ ഒരു മൈനിങ് ആണെങ്കിലും അഗ്രികൾച്ചർ ആണെങ്കിൽ പോലും ഫിഷിംഗ് ആണെങ്കിൽ പോലും ഡീഗ്രഡേഷൻ, ഈ ഒരു നാച്ചുറൽ റിസോഴ്സസിൻ്റെ ഡീഗ്രഡേഷൻ ഉണ്ടാകാൻ കൂടുതൽ ചാൻസ് ഉണ്ടാക്കി. ഓക്കെ, മൈനിങ് അഗ്രികൾച്ചർ. ഓക്കെ, ഇനി മൈനിങ് അഗ്രികൾച്ചർ എടുക്കുകയാണെങ്കിൽ ഹാവ് ട്രിഗേർഡ് ലാർജ് സ്കെയിൽ ഡീഫോറസ്റ്റേഷൻ. മൈനിങ്ങും അഗ്രികൾച്ചറും ഇപ്പോൾ മുമ്പ് കാടും പ്രദേശമൊക്കെ ആയിരുന്ന സ്ഥലത്ത് അതിനെ എല്ലാം മാറ്റി മൈനിങ് ചെയ്ത് ഈ പറഞ്ഞ കോളും പെട്രോളും, അതുമാത്രമല്ല ഈ പറഞ്ഞ അയൺ അല്ലെങ്കിൽ അല്ലാതെ മിനറൽസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഡയമണ്ട്, ഗോൾഡ്, ഇതെല്ലാം
കുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഈ മൈനിങ് ചെയ്യണം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പാറ പൊട്ടിക്കാനോ അതെല്ലാം യൂസ് ചെയ്യുന്ന മൈനിങ്സും ക്വാറീസും അതെല്ലാം ചെയ്യുന്നത്. അതും പിന്നെ അഗ്രികൾച്ചറിന് വേണ്ടി ഈ ഒരു ലാൻഡിനെയൊക്കെ ആ ഒരു അവിടെ ഫോറസ്റ്റ് ഏരിയയൊക്കെ മാറ്റിയിട്ട് കൾട്ടിവേഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ എല്ലാം ആക്ച്വലി നാച്ചുറലായിട്ടുള്ള റിസോഴ്സസിനെ ഇല്ലാതാക്കിയിട്ട് നമ്മുടേതായിട്ടുള്ള രീതി ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, അത് എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യുകയാണ് നാച്ചുറൽ റിസോഴ്സസിന്. ഓക്കെ, ഇനി ഫിഷിംഗ് ഒക്കെയാണെങ്കിൽ ഓവർ ഫിഷിംഗ് ഹാസ് ഓൺലി റിസൾട്ടഡ് ഇൻ ദി റിപ്രൊഡക്ഷൻ ഓഫ് പോപ്പുലേഷൻ ഓഫ് മറൈൻ ക്രീച്ചേഴ്സ് ഇൻഹബിറ്റിംഗ് ദ പ്ലാനറ്റ്. ഓക്കെ, ഫിഷിംഗ് ആണെങ്കിൽ പോലും ഇങ്ങനെ കൂടുതൽ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഫിഷ് ലൈഫിനെ തന്നെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പെട്രോളിംഗ് ഒക്കെ ഒരു പരിപാടി നടത്തുന്നത്. ഓക്കെ, റിപ്രൊഡക്ഷന് വേണ്ടി, ആ ഫിഷ് ലൈഫിന് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ടൈമാണത്. അപ്പോൾ അത് സംഘടിപ്പിക്കാൻ കാരണം എന്ന് വെച്ചാൽ മനുഷ്യർ ഈ പറഞ്ഞ എല്ലാ സമയത്തും ഈ ഒരു ഫിഷിങ്ങിന് വേണ്ടി പോകുമ്പോൾ പിന്നീട് ഫിഷ് കാണത്തില്ല, അല്ലെങ്കിൽ മീൻ കാണത്തില്ല. ഫിഷ് എന്നല്ല, ഏതോ ഒരു അക്വാട്ടിക് ആനിമലാണെങ്കിൽ പോലും. ഫിഷ് മാത്രമല്ല, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വേറെ അക്വാട്ടിക് ആനിമൽസും ഇതുപോലെ എഫക്റ്റഡ് ആണ്. ഓക്കെ, ഇഫ് ദ ട്രെൻഡ് കണ്ടിന്യൂസ്, ഇങ്ങനെ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വി ആർ ബോൺ ടു എക്സോസ്റ്റ് ദോസ് നാച്ചുറൽ റിസോഴ്സസ് ഓൺ വിച്ച് വി ആർ ഡിപ്പെൻഡ് ആൻഡ് ദസ് ഡിഗ് അവർ ഓൺ ഗ്രേവ്സ്. ഓക്കെ, അങ്ങനെ അവസാനം നമ്മളെ കുഴി തന്നെ എടുക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ നമ്മൾ തന്നെ റിസോഴ്സസ് ഇല്ലാതാക്കുമ്പോൾ നമുക്ക് നമ്മളായിട്ടുള്ള കുഴി എടുക്കുന്നതിന് തുല്യമാണ് ആവണം. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ് ആണ് 4ാമത്തെ പോയിൻറ്റ്, ഗ്ലോബൽ എൻവയൺമെൻറ്റൽ ഇഷ്യൂസിൻ്റെ 4ാമത്തെ പോയിൻ്റാണ്. 5ാമത്തെ പോയിൻ്റാണ് ഈ വീഡിയോയിലെ ലാസ്റ്റ് പോയിൻ്റാണ്. അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉണ്ടായിരിക്കും ബാക്കി പോയിൻ്റ് പറയാൻ വേണ്ടി. അപ്പോൾ ഈ വീഡിയോയിലെ ലാസ്റ്റ് പോയിൻ്റാണ് ലാൻഡ് ഡീഗ്രഡേഷൻ. ഓക്കെ, നെക്സ്റ്റ് പോയിൻ്റാണ് ലാൻഡ് ഡീഗ്രഡേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നോക്കാം. എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ലാൻഡ് ഡീഗ്രഡേഷൻ എന്ന് വെച്ചാൽ ലാൻഡ് യൂട്ടിലൈസേഷൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ ലാൻഡ് നമ്മൾ യൂസ് ചെയ്തു, പക്ഷേ അതിലും ചില കാരണം കൊണ്ട് നമ്മൾ ഇല്ലാതാക്കുന്നുമുണ്ട്. ഓക്കെ, land pollution owing to human activities and deforestation due to loss of vegetation has left the surface of the planet unsuitable for human use. ഈ പറഞ്ഞ ലാൻഡ് പൊല്യൂഷൻ കാരണം, ലാൻഡ് പൊല്യൂഷൻ എങ്ങനെ ഉണ്ടായി? ഹ്യൂമൻ ആക്ടിവിറ്റീസ് കാരണം, ലൈക്ക് ഡീഫോറസ്റ്റേഷൻ, ഇതെല്ലാം ഡ്യൂ ടു ലോസ് ഓഫ് വെജിറ്റേഷൻ, അതും കാരണവും ഈ വെജിറ്റേഷൻ ലോസും ഉണ്ടാവും. ആൻഡ് ലെഫ്റ്റ് സർഫസ് ഓഫ് ദ പ്ലാനറ്റ് അൺസ്യൂട്ടബിൾ ഫോർ ഹ്യൂമൻ യൂസ്. ഇതെല്ലാം കാരണം ആ ഒരു സർഫസാണ്, ആ ഒരു ലാൻഡ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ഹ്യൂമൻ ആക്ടിവിറ്റി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത രീതിയിൽ ഉള്ള ലാൻഡുകളും പലയിടത്തും നമ്മൾ വേൾഡിൽ കാണുന്നുണ്ട്. നമ്മളവിടെ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്തു, പക്ഷേ ഈ പറഞ്ഞ ലാൻഡ് പൊല്യൂഷനും അല്ലാതെ ഈ പറഞ്ഞ ഇപ്പോൾ ഒരു ന്യൂക്ലിയർ ബോംബ് ഇട്ട് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ചെടി വളരാൻ പോലും പ്രയാസമാണ്. ഓക്കെ, അല്ലെങ്കിൽ വർഷങ്ങളെടുക്കും. അപ്പോൾ കാരണം അവിടെ ആ ഒരു റേഡിയേഷൻ എപ്പോഴും അവിടെ ഉള്ളതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ആക്ച്വലി എന്ന് വെച്ചാൽ നമ്മൾ ലാൻഡിനെ അങ്ങ് നശിപ്പിച്ച് കളയുകയാണ് ചെയ്യണം, അല്ലെങ്കിൽ ഹ്യൂമൻ ആക്ടിവിറ്റിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കാത്ത രീതിയിലാക്കി കളഞ്ഞു. അതൊക്കെ ഒരു പ്രശ്നങ്ങളാണ്, ലാൻഡ് ഡിഗ്രഡേഷനിൽ ഉൾപ്പെടും. അപ്പോൾ ലാൻഡ് ഡിഗ്രഡേഷൻ ക്യാൻ ബി attributed to the fact that we have become too laid back in terms preservation of the nature. ഓക്കെ, എന്ന് വെച്ചാൽ ലാൻഡ് ഡിഗ്രഡേഷൻ നമ്മൾ തീരെ അങ്ങ് ബാക്കിലോട്ടായി, അല്ലെങ്കിൽ ടു ലെയ്ഡ് ബാക്ക് ഇൻ ടേംസ് ഓഫ് പ്രിസർവേഷൻ. നമ്മൾ ലാൻഡിനെ പ്രിസർവ് ചെയ്യുന്നതിൽ നമ്മൾ തീരെ അങ്ങ് ബാക്ക്വേർഡായി പോയി എന്നാണ് പറയുന്നത്. അത് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചിരുന്നതാണ്. തീരെ ലെയ്ഡ് ബാക്ക് ഇൻ ടേംസ് പ്രിസർവേഷനിൽ നിന്ന് നമ്മൾ ബാക്ക്വേർഡായി നിന്നു, അല്ലെങ്കിൽ നമ്മൾ അത് കുറച്ചും കൂടെ സേഫാക്കി വെക്കണമായിരുന്നു. ഓക്കെ, ഇംപ്രോപ്പർ സോയിൽ യൂസും അതുപോലെ തന്നെ ഹസാർഡ് വേസ്റ്റ് ഡിസ്പോസൽ, അല്ലെങ്കിൽ ലാർജ് സ്കെയിൽ ഡീഫോറസ്റ്റേഷൻ ആൻഡ് അതർ സച്ച് ഹ്യൂമൻ ആക്ടിവിറ്റീസ് harmful for nature are on the rise, something which is invariably taking a toll on our natural surrounding. ഇതൊക്കെയാണ് ഇഷ്യൂസ്. കാരണം ഈ ഒരു ലാർജ് സ്കെയിൽ ഡീഫോറസ്റ്റേഷൻ, വേസ്റ്റ് ഡിസ്പോസൽ ആണെങ്കിൽ ഇംപ്രോപ്പർ സോയിൽ യൂസ്, ഇതെല്ലാം
ആ ഒരു ലാൻഡിനെ തന്നെ ഇല്ലാതാക്കുന്ന, അല്ലെങ്കിൽ സോയിൽ, അവിടുത്തെ സോയിലിനെ തന്നെ ഇല്ലാതാക്കുന്ന കാര്യങ്ങൾ. അതെല്ലാം പിന്നീട് ഹ്യൂമൻ ആക്ടിവിറ്റിക്ക് തന്നെ ഗുണമല്ല. ഓക്കെ, അതിപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞാൽ പോലും അത് അത്രയ്ക്ക് ഗുണം വരത്തില്ല. ഓക്കെ, ചുമ്മാ കിടക്കും, ലാൻഡിന് ഒരു യൂസും ഇല്ലാതെ കിടക്കും. ഓക്കെ, അതാണ് ലാൻഡ് ഡിഗ്രഡേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്.